ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2430. ഇന്ന് ഓഗസ്റ്റ് മാസം 26-ാം തീയതി 238-ാമത്തെ ദിവസത്തിലെത്തി. മലയാളികൾ ഇന്ന് ലോകം മുഴുവൻ തിരുവോണം ആചരിക്കുകയാണ്. ഒരു സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ഒരു സമാധാനത്തിന്റെയും ഒക്കെ ഒരു ദിനമാണ്. എല്ലാവരും എല്ലാ വിധത്തിലുമുള്ള ഇല്ലായ്മകളെ ഒന്ന് മാറ്റിവെച്ചും മറന്നു കുറെ കൂടി ഉള്ളതിൽ സന്തോഷിക്കുകയും ഒരു സംതൃപ്തിയൊക്കെ അനുഭവിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ്. അങ്ങനെയൊക്കെ ആകേണ്ടതാണ്. അങ്ങനെയൊക്കെ ആക്കി തീർക്കാനാണ് എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് കാലാകാലങ്ങളിലായിട്ട്. ഓണം സത്യത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? മരണത്തോളം വിശ്വസ്തത പുലർത്തണമെന്നാണ്. പറഞ്ഞ വാക്ക് നിലനിൽക്കാൻ വേണ്ടി സ്വന്തം പ്രാണനെ പോലും വിട്ടുകൊടുക്കണമെന്നാണ്. സ്വന്തം ജീവനേക്കാളും ജീവിതത്തെക്കാളും കുറച്ചും കൂടി വിലയും മൂല്യവും പ്രാധാന്യവും പറഞ്ഞു വെച്ച വാക്കിനും വാഗ്ദാനത്തിനും ഉറപ്പുകൾക്കുമൊക്കെ ഉണ്ടെന്നാണ് മഹാബലി എന്ന് പറയുന്ന ചക്രവർത്തിയുടെ കഥയും ജീവിതവും ഐതിഹ്യവും ഒക്കെ നമ്മളെ ഇന്നും പഠിപ്പിക്കുന്നത്. നമ്മൾ മലയാളികൾക്കത് തീരെ അങ്ങോട്ട് പിടിക്കുന്നില്ല, ഉൾക്കൊള്ളാനായിട്ട് ഒരു വിധത്തിലും സാധിക്കുന്നില്ല. വാക്കല്ലേ, അതിങ്ങനെ മാറ്റാൻ വേണ്ടിയുള്ളതല്ലേ എന്നാണ് എല്ലാവരും എല്ലായിടത്തും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ക്രിസ്തുവേശു നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചതും ഇതൊക്കെ തന്നെയാണ്. കുറെ കൂടി അവനവനോടും അവനവന്റെ പരിസരത്തോടുമൊക്കെ സത്യസന്ധതയിൽ ജീവിപ്പാനായിട്ട് സാധിക്കണ്ടേ. ഈ ഓണം അതിനു വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ മഹാബലി എന്നൊക്കെ പറയുമ്പോൾ ഒരു മഹത്തായ ബലിയെയാണ് അനുസ്മരിക്കുന്നത്. അതും തന്റെ വാക്ക് നിലനിൽക്കാൻ വേണ്ടി, താൻ കൊടുത്ത വാഗ്ദാനം നിറവേറാൻ വേണ്ടി. എങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഒരു തോറ്റുപോയ മനുഷ്യനും കൂടിയാണ് ഈ രാജാവ്. എന്നിട്ടും തോൽവിക്കപ്പുറത്ത് എത്രയോ കാലമായി ഈ ഓർമ്മയിൽ ഇങ്ങനെ മലയാളികളുടെ ജീവിതത്തിന്റെ ഓർമ്മയിൽ ഇങ്ങനെ സജീവമായി തിളങ്ങി നിൽക്കുന്നു. തോറ്റവരെയും പരാജയപ്പെട്ടവരെയും കൂടി കണ്ടെത്താനും അവരെയും കൂടി ഒന്ന് ചേർത്ത് പിടിക്കാനും ചരിത്രത്തിനും എന്റെ നിങ്ങളുടെയും ഒക്കെ വർത്തമാനകാല കുഞ്ഞു ജീവിതത്തിനും സാധിക്കണ്ടേ. അവര് ഇങ്ങനെ മറവിയിലേക്ക് പറന്നു പോകാനുള്ളവരല്ല, അവരെ ഇങ്ങനെ മറന്നു കളയാനുള്ളവരല്ല. അവരെയും ചേർത്ത് പിടിക്കണം. തോറ്റവരെയും പരാജയപ്പെട്ടവരെയും. അവരൊക്കെ ചില മൂല്യബോധത്തിന്റെ നിലപാടിന് വേണ്ടിയിട്ടൊക്കെ ആവാം ചില പരാജയങ്ങളെയൊക്കെ സ്വയം ഏറ്റെടുത്തിട്ടുള്ളവര്. എല്ലാവരെയും ഒന്നും കൂടി ഒന്ന് പരിഗണിക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങളുടെ ആ കൃത്യമായ വ്യക്തമായ കാഴ്ച, ഒരു ധാരണയൊക്കെ പിടുത്തം കിട്ടുള്ളൂ. ഓണം കുറെ കൂടി സംതൃപ്തിയുടെ ആചരണം കൂടിയാണ്. ഉള്ള വിഭവങ്ങളിലൊക്കെ കുറെ കൂടി സംതൃപ്തി കണ്ടെത്താനായിട്ട് ഏതൊരാൾക്കും സാധിക്കട്ടെ. പ്രഭാതകിരണത്തിന്റെ കുടുംബത്തിൽ നിന്ന് എല്ലാ പ്രിയപ്പെട്ടവർക്കും തിരുവോണത്തിന്റെ എല്ലാവിധമായ ആശംസകൾ നേരുന്നു.